സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നീതാ ചൈത്രദിനവധു പോകയാ ദൂരെ യാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ തൊത്തിലാരോ പാടി തരൂരു ജന്മം കൂടി തളിർത്തൊത്തിലാരോ പാടി തരൂരു ജന്മം കൂടി പാതി പാടും മുൻപേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു ചൈത്രവിപഞ്ചിക മൂകമായി എൻ്റെ മൗന സമാധിയാ സാഗരമേ ശാന്തമാകനീ വിഷുപക്ഷിയേതു കൂട്ടിൽ വിഷാദാർദ്രമെന്തേ പാടി വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാർദ്രമെന്തേ പാടി 100 ചൈത്ര സന്ധ്യാരാഗം പൂത്തൂകാവു നിന്നാത്മാവിൽ പൂത്തൂകാവു നിന്നാത്മാവിൽ സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നീതാ ചൈത്രദിനവധു പോകയായി ദൂരെ യാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ അർജുൻ, ഹലോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടിയത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് വിളിക്കാൻ നിങ്ങളെ അങ്ങനെയല്ലേ? അതെ അല്ലേ? നന്നായി പാടിയവൻ, സൂപ്പർ ആയിട്ട് പാടി. ഹാപ്പി അല്ലേ അർജുൻ? എന്താ നിന്റെ മുഖത്തൊരു ഹാപ്പിനെസ് ഇല്ലാത്ത? ഈടായിട്ട് മറ്റേ ഈ ചോറും കറിയും ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ദോശ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ അതിലേക്കൊക്കെ മാറിന്നൊക്കെ അങ്ങനെയൊന്നും ഞാൻ മാറിയിട്ടില്ല. രാവിലെ മാത്രം ഞാൻ അതൊക്കെ ഇൻസൈഡ് വിവരങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല കേട്ടോ, പറയാം. എന്താ ചേച്ചി പാവല്ലേ? ആ അതെ, ചേച്ചി പാവല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം നിന്റെ പാട്ട് എങ്ങനെയാണെന്ന്. ഫോൺ കോൾ പോട്ടെ അങ്ങോട്ട്. ട്രിങ് ട്രിങ്. നിങ്ങളെ വിളിക്കുന്നു. ആരെ എടുക്കേണ്ടത്? അത് നിങ്ങൾ ഡിസൈഡ്. ഹലോ സർ, ഇവിടെ അർജുൻ പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈ വന്നില്ലല്ലോ. ഞാനോ? ഇല്ലല്ലോ. ഞാനാണോ? അതൊരു പേടിയാ എനിക്ക്, കാരണം ഞാൻ എൻഗേജഡ് ആവും. ചക്കരേ സാറേ, അർജുനെ ദോശേ സാർ, എന്തൊരു പാട്ടാണ്, എന്തൊരു പാട്ടായി. ഇതാരാ സെലക്ട് ചെയ്തതെന്ന്? സാർ ഇത് എൻ്റെ സാറാണ് എന്നെ പാട്ട് പഠിപ്പിച്ച സാർ, ബാലമുരളി സാർ. അയ്യോ ബാലമുരളിയോ? ഉഗ്രം പാട്ടുകാരനാണ്, അസാധ്യ പാട്ടുകാരനാണ്.
നന്നായിട്ട് പാടി. താങ്ക് യു സർ. പല സ്ഥലങ്ങളും കാര്യം ഇത് ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടേ അല്ല. എനിക്ക് ഇത് മാത്രം ഒന്ന് പാടിത്തരുമോ? ഏതോ കിളിനാദം കേണു. ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു. കേണു അങ്ങനാണോ അത് പാടി നിർത്തണ്ടേ? ഏതോ കിളിനാദം കേണു എന്നല്ല. എന്താണ് കിളിനാദം കേണു എന്ന് പറഞ്ഞാൽ എന്താണ്? കരച്ചൽ. ഏതോ കിളിനാദം കേണു എവിടെയോ എന്നുള്ളത് അത് മനസ്സിലാക്കി ആ കേണു എന്നുള്ള വാക്കിനൊരു വാല്യൂ കൊടുത്ത് പാട്. ഏതോ കിളിനാദം കേണു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാനല്ല, അത്രയ്ക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കേണു കേണു കീണു അല്ലടാ, കേണു കേണു. ഏതോ ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു. അത് ക്ലീൻ ആയിക്കോളും. പക്ഷെ എന്തൊക്കെയാലും ചക്കര നല്ലൊരു പാട്ട് എടുത്തോണ്ട് നന്നായിട്ട് തന്നെ പാടി. നല്ല വേഷവും അവനെ മൊത്തത്തിൽ കാണാൻ ഒരു ചന്തമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ, എന്തോ ദോശ കഴിക്കാൻ പോയപ്പോ ദോശ ഉണ്ടാക്കുന്ന വേറൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആരാത്? ദേ അവിടെ സർ, എൻ്റെ അമ്മ. അയ്യോ, ദോശയുടെ ഹെഡ്. അർജുന്റെ അമ്മ. കണ്ടു ഞാൻ. അമ്മയുടെ കൂടെ ആരാ വന്നിട്ടുള്ളേ? എൻ്റെ കസിനാണ്, അവനും പാടും. പാടോ? യെസ്. എന്നാ പിന്നെ വരായിരുന്നില്ലേ സൂപ്പർ സ്റ്റാറിൽ? വന്നു, കിട്ടിയില്ല. എന്താ കസിന്റെ പേര്? ഭരത് എന്നാണ്. ഭരത്. ഓ ഓക്കെ. ഭരത് ഓഡിഷന് വന്നു, കിട്ടിയില്ല അല്ലേ? ഓഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചാണോ നിങ്ങൾ വന്നേ? ഞങ്ങൾ കസിൻസ് ആണ്, ഞങ്ങൾ ഒന്നിച്ചാണ് പാടാ. എന്നാ ഭരത് ഒരു രണ്ടുപേര് കേൾക്കാം. രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ. വെരി ഗുഡ്. അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവനെ അടുത്ത് ദൂരെ കളയാം. ഭരത് സൂപ്പർ, നന്നായിട്ടുണ്ട്. ഭരത്, ഈ അർജുൻ എങ്ങനെയാണ് ശരിക്കും? നിങ്ങൾ കസിൻസ് ആകുമ്പോ കുറെ കൂടെ അറിയാലോ. മച്ചാൻ പൊളിയാണ്. മച്ചാൻ പൊളിയാണെന്ന് അമ്മയുടെ കൊടുക്ക്. ഹായ് അമ്മ. മച്ചാൻ പൊളിയാണോ? ഹലോ. അമ്മ പറയൂ അർജുനെ കുറിച്ച്. അർജുൻ അടിപൊളിയാണ്. അർജുൻ ഇവിടെ വന്ന് പാടിയിട്ട് നിറയെ ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഇവിടെ വന്നിട്ട്. താങ്ക് യു അമൃത TV ആൻഡ് ജഡ്ജസിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവൻ നന്നായിട്ട് ദോശ ഉണ്ടാക്കോ? നന്നായി ദോശ ഉണ്ടാക്കും. കാണിച്ചത് മറ്റേ ആട്ടുന്നതാണ്. നന്നായി ദോശ ഉണ്ടാക്കും. നോർത്ത് ഇന്ത്യൻ ഒക്കെ നന്നായി ഉണ്ടാക്കും ആള്. ഓക്കെ, താങ്ക് യു. പ്രൊഫൈൽ പുറത്തേക്ക് വിട്ടതുപോലെ. ഓക്കെ, മച്ചാനെ ചോദിക്കാം. ഓക്കെ, ഷാനിക്ക. അർജുനെ സാറേ നന്നായിട്ട് പാടിയടാ. ഉഗ്രൻ സോങ് സെലക്ഷൻ ആടാ, ഒന്നും പറയാനില്ല. ആൻഡ് എനിക്ക് ആകെ തോന്നിയത് കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രം. അതർവൈസ് നന്നായിട്ട് തന്നെ പാടി അർജുനെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഒരു ദിവസം ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം എനിക്കും അറിയണം മട്ടൻ കുറുമയാണ്. എന്റെ വീടിന്റെ അടുക്കളയിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്തിനാ? ദോശ ഉണ്ടാക്കുന്നത്. പിന്നല്ലാതെ എന്നെ വിളിക്കണേ ഷാനിക്ക, ഞാനും വരാം. നമുക്ക് ദോശയും ഇതൊക്കെ കഴിക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഉണ്ടാക്കി. ഓക്കെ ചേച്ചി. അർജുൻ യെസ് മാം. സൂപ്പർ. താങ്ക് യു മാം. എനിക്ക് അർജുന്റെ പെർഫോമൻസ് ഡേ ബൈ ഡേ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അമ്മ പറഞ്ഞു, അമ്മ ഒരു സുന്ദരിയാണല്ലോ. അതെ, സുന്ദരിയായ ഒരു അമ്മ. എല്ലാരും ചേച്ചിന്നാ പറയണ്ടേ? എല്ലാരും എന്റെ ചേച്ചിയാന്നാ അത്രേ പറയുള്ളൂ. അത് മതി, അവിടെ ഫിക്സ്.
എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ട് പ്രസന്റ് ചെയ്തത്. ഇതിനകത്ത് ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അർജുൻ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇതിന്റെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാം. സെയിം സോങ് തന്നെ. കാരണം പല ഭാഗങ്ങളിലുള്ള സംഗതികളും ഭംഗിയായിട്ട് വരുന്നുണ്ട്, ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. എന്നാൽ കുറച്ചുകൂടി പ്രാക്ടീസ് വരുമ്പോൾ ഇത് ഈ പ്രായമല്ലേ, കുറച്ച് യു നീഡ് ടു ഗ്രോ ഓൾഡ്. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ഒരു സ്ട്രോങ് പാട്ടുകളാണ്. മനസ്സിലാക്കിയെടുക്കാൻ തന്നെ നമുക്കൊരു കുറേ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സംഗതികൾക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ വരണമെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രാക്ടീസ് വരണം. അപ്പം അത് കേട്ട് 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 പഠിക്കുക. ബിക്കോസ് ഇതൊക്കെ അങ്ങനെ വളരെ ലൈറ്റായിട്ട് വന്ന് പാടാൻ പറ്റിയ പാട്ടല്ല. എന്നാലും യു ഡിഡ് വെരി വെരി ഗുഡ്. അസലായിട്ട് അത് പ്രസന്റ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടെ നടത്തി. എനിക്ക് അർജുനെ കാണുമ്പോൾ ഒരു സത്യം പറഞ്ഞൊരു കുഞ്ഞ് അനുജനെ വരെ എനിക്ക് തോന്നാ എനിക്ക്. കാരണം ആ ഫസ്റ്റ് പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആശ്വാസായി അത് തീർന്നു. എനിക്കത് കണ്ടെനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ കവള് പിടിക്കാൻ തോന്നി. ഭയങ്കര ക്യൂട്ടാണ്. ആണ്, അവൻ ക്യൂട്ടാണ്. കൊച്ചു കുട്ടിയല്ലേ, കൊച്ചു കുട്ടിയാണ്. ആളുകൾക്ക് ഇഷ്ടമാണ്. എനിവേസ് ഗോഡ് ബ്ലെസ് യു. നന്നായിട്ടുണ്ട്. ആ ചെവിയിലിട്ട് കമ്മല് നല്ലോണം തിളങ്ങുന്നുണ്ട്. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ക്യൂട്ട് ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഷാനിക്ക. അർജുനെ 8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ 8.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. അർജുൻ ഭാവി സുരക്ഷിതം. താങ്ക് യു സർ. ഗാനക്കുടത്തിൽ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.7. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Bye. ബൈ ബൈ. Ni pa maga sa sa